ചേട്ടാ, ക്രൂരനായ സീരിയൽ കില്ലർ സെബാസ്റ്റ്യനെതിരെ ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തലുമായി ഒരു സ്ത്രീ രംഗത്തെത്തിയിട്ടുണ്ട്. ചേർത്തലയിൽ നിന്ന് കാണാതായ ഐഷ എന്ന സ്ത്രീയുടെ അയൽക്കാരിയാണ് ഈ സ്ത്രീ. എന്താണ് വെളിപ്പെടുത്തൽ? CM സെബാസ്റ്റ്യൻ ചേർത്തല പള്ളിപ്പുറം സ്വദേശിയാണ്. സെബാസ്റ്റ്യൻ 2012 മെയ് 12 ഐഷയെ കാണാതാകുന്നത്. ഒരു റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരിയാണ്. അതിനു മുമ്പ് തന്നെ സെബാസ്റ്റ്യൻ്റെ പേര്, അതായത് ഈ വെളിപ്പെടുത്തലൊക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സെബാസ്റ്റ്യൻ്റെ പേര് മറ്റൊരു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന പേരാണ്. അത് ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന സ്ത്രീയാണ്. ബിന്ദു പത്മനാഭനെ കാണുന്നില്ല എന്നുള്ളത് 2017 ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ പ്രവീൺ അയാൾ പരാതി കൊടുത്തു. അങ്ങനെ അന്വേഷിച്ചു. ഇയാളെ ഉൾപ്പെടെ ഈ സെബാസ്റ്റ്യനെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ അന്ന് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് വിട്ടയച്ചു. അതൊക്കെ ഇപ്പോഴും നമ്മൾ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അയാൾ റിമാൻഡിൽ കഴിയുന്നത് ഈ ബിന്ദു പത്മനാഭനെയും അതോടൊപ്പം ജൈനമ്മയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ റിമാൻഡിൽ കഴിയുന്നത്. അതെ, ഏറ്റുമാനൂർ സ്വദേശി. അങ്ങനെ ആ കൂട്ടത്തിൽ പറഞ്ഞു കേട്ട ഒരു പേരാണ് ഐഷ. ഐഷയെ കാണുന്നില്ല. അപ്പോൾ ഐഷയും ഇയാൾ തന്നെയാണ് കൊലപ്പെടുത്തിയിട്ടുണ്ടാകുക എന്നുള്ള സംശയം നേരത്തെ മുതൽ തന്നെ ഉള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണിപ്പോൾ ഐഷയുടെ അയൽക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ 2012 മെയ് 12 ഐഷയെ കാണാതാകുന്നത്. സെബാസ്റ്റ്യൻ വസ്തു ബ്രോക്കറാണ്. അയാൾ അമ്മാവൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ വസ്തു ബ്രോക്കർ ആയതുകൊണ്ട് വസ്തു കച്ചവടം ആയിട്ട് ബന്ധപ്പെട്ട് ഇയാളെല്ലാവരുമായിട്ടും അടുപ്പമാണ്. പിന്നെ ഇയാൾ നോട്ടം ഇട്ടിരിക്കുന്നതൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെയുള്ള സ്ത്രീകളെയാണ് നോട്ടം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ വസ്തു കച്ചവടത്തിനായിട്ട് ഇയാളെ സമീപിക്കുക. അപ്പോൾ അയാൾക്കറിയാം ഇവരുടെ കയ്യിലൊക്കെ കാശുണ്ട് എന്നുള്ളതറിയാം. അങ്ങനെയാണ് ഐഷയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. ഒരു വസ്തു ബ്രോക്കർ എന്നുള്ളതിനപ്പുറം മാനസികമായ ഒരു അടുപ്പം ഇവരോടൊക്കെ സ്ഥാപിക്കാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഐഷ കൊല്ലപ്പെടുന്ന ദിവസം, അതായത് മെയ് 12 തലേ ദിവസം മെയ് 11 ഐഷയുടെ അയൽക്കാരിയായ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീ ഈ ഐഷയുടെ വീട്ടിലെത്തുന്നത് തന്നെ അവിടെ ഒരു ശബ്ദം കേട്ടിട്ടാണ്. അതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവും. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ തർക്കം ഉണ്ടാവും. അങ്ങനെയാണ് ഇവർ ആ വീട്ടിലേക്ക് എത്തുന്നത്. ഈ ബഹളം കേട്ടിട്ടാണ്, ഒച്ചപ്പാട് കേട്ടിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ ഇവരുടെ വായിൽ നിന്ന് ചോര വരുന്നു. വായിൽ മുറിവുണ്ട്. ആ വായിൽ നിന്ന് ചോര വരുന്നു. ഇവിടെ സെബാസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇവർ തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ ഈ സ്ത്രീയെ കണ്ട ഉടനെ സെബാസ്റ്റ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഐഷ വസ്തു വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനാണ് സെബാസ്റ്റ്യനെ സമീപിക്കുന്നത്. അങ്ങനെ വസ്തു വാങ്ങിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇവരുടെ കയ്യിൽ ആ സമയത്ത് വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ 1.5 പവൻ്റെ മാലയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2012 2 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതിന് നല്ല മൂല്യമുള്ള സമയമാണ്. ഈ 2 ലക്ഷം രൂപയും 1.5 പവൻ്റെ മാലയും ആ സമയത്തുണ്ട്. അപ്പോഴാണ് ഈ സ്ത്രീ ഈ ബഹളം കേട്ട് വരികയും ഇവരുടെ വായിൽ നിന്ന് ചോര വരുന്നു, മുറിവുണ്ട്, ഇതെല്ലാം കാണുന്നു. സെബാസ്റ്റ്യൻ ഇവരെ കണ്ടിട്ട് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം, അതായത് നമ്മൾ ഈ പറഞ്ഞ 2012 മെയ് 12 ആണ് ഇവരെ കാണാതാകുന്നത്. അതായത് മെയ് 12 ഈ തലേന്ന് സെബാസ്റ്റ്യൻ ഇവരുടെ വീട്ടിലാണല്ലോ വന്നത്. മെയ് 12 ഇവർ ഈ തുകയും ഈ 2 ലക്ഷം രൂപയും ഈ മാലയും ഒക്കെ ആയിട്ട് പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷം പിന്നീട് ആരും ഈ ഐഷയെ കണ്ടിട്ടില്ല. ഈ സ്ത്രീ പറയുന്നത് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി സെബാസ്റ്റ്യൻ ഭീഷണിപ്പെടുത്തി. ഇത് മറ്റൊരു അയൽക്കാരിയായിട്ടുള്ള റോസമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാം. റോസമ്മയുടെ പേര് നേരത്തെയും ചിത്രത്തിലുണ്ട്, ഒരുപാട് ചർച്ചയായതാണ്. റോസമ്മയ്ക്ക് ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയാം എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അതങ്ങനെ നിൽക്കെയാണ് ബിന്ദു പത്മനാഭൻ അതുപോലെ ജൈനമ്മ. ഇയാൾ എങ്ങനെയാണ് പിടിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ ജൈനമ്മയുടെ കേസിലാണ് ഇയാൾ പിടിക്കപ്പെടുന്നത്. ജൈനമ്മയുടെ കേസിൽ പിടിക്കപ്പെടുന്നത്, ജൈനമ്മ ഡിസംബർ മാസത്തിൽ ഇയാളുടെ ഫോൺ, ജൈനമ്മയുടെ ഫോൺ ഡിസംബർ 23 മുതൽ 25 വരെ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ ടവറാണ്. പോലീസ് പരിശോധിച്ചപ്പോൾ ആ ടവർ ലൊക്കേഷനിലുണ്ട് ഡിസംബർ 23 മുതൽ 25 വരെ. അതിനുശേഷം ഈ ഫോൺ സ്വിച്ച് ഓഫായി. പിന്നീട് ജനുവരി 5 ഈ ഫോൺ സ്വിച്ച് ഓൺ ആകുന്നത്. ജനുവരി 5 സ്വിച്ച് ഓൺ ആകുമ്പോഴും ഇയാളുടെ ടവർ ലൊക്കേഷനിൽ തന്നെയാണ് ഈ ഫോണുള്ളത്. ഇയാൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, ഇയാൾ ഈരാറ്റുപേട്ടയിൽ ചെന്നിട്ട് ജൂലൈ 19
ഇയാൾ ഒരു ഉച്ചയ്ക്ക് ഈരാറ്റുപേട്ട ചെല്ലുന്നു. ഈരാറ്റുപേട്ട ചെന്നിട്ട് അവിടുന്ന് ഇയാൾ ഈ ജയനമ്മയുടെ ഫോൺ റീചാർജ് ചെയ്തു. ജയനമ്മ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഇല്ല, ജയനമ്മ മരണപ്പെട്ടു. ജയനമ്മ മരണപ്പെട്ട ജയനമ്മയുടെ ഫോണാണ് ഇയാൾ റീചാർജ് ചെയ്യുന്നത്. ഡിസംബർ 23-നാണ് ഈ ജയനമ്മയുടെ കാണാതാകുന്നതും മരണപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ആ ജയനമ്മയുടെ ഫോണാണ് ഇയാൾ റീചാർജ്. ജയനമ്മയും ഇതുപോലെ വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ നമ്മളൊക്കെ ഇയാൾ ശരിക്കും പറഞ്ഞ സീരിയൽ കില്ലർ എന്നൊക്കെ പറയുന്നത് വസ്തു വാങ്ങിക്കാൻ വേണ്ടി വരുന്ന സ്ത്രീകളെ മുഴുവൻ ഇയാൾ കൊലപ്പെടുത്തുകയാണ്. ഇയാളുടെ അടുത്തേക്ക് വസ്തു വാങ്ങിക്കാൻ വേണ്ടി ആരൊക്കെ വരുന്നോ അവരെയൊക്കെ അവരുടെ സമ്പത്ത് തട്ടിയെടുത്തിട്ട് ഇയാൾ അവരെ ഇല്ലാതാക്കുന്നു. അങ്ങനെയാണ് പോലീസ് ഇയാളെ ജയനമ്മയുടെ കേസിൽ ഇയാൾക്ക് CCTV ദൃശ്യം ഉൾപ്പെടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് റീചാർജ് ചെയ്യുന്ന CCTV ദൃശ്യം ഉൾപ്പെടെ കിട്ടിയാണ് ഇയാളെ പിടിക്കുന്നത്. ഇയാൾ പിടിക്കുന്ന സമയത്താണ് ആ വീട്ടിലേക്ക് വരുമ്പോൾ അതൊരു പള്ളിപ്പുറത്തെ വീടെന്ന് പറയുന്നത് ഒരു 2 ഏക്കറോളം ഉള്ള വീടാണ്. അവിടെ കാട് മൂടിക്കിടക്കുന്ന ദുരൂഹമായൊരു വീട്, മനുഷ്യമാംസം ഉൾപ്പെടെ ഭക്ഷിക്കുന്ന മീനുകളെ ആ കുളത്തിൽ വളർത്തിയിരിക്കുന്നു. അവിടെ പോലീസ് മൊത്തത്തിൽ കുഴിച്ചപ്പോഴാണ് ഈ അസ്ഥി കഷ്ണങ്ങളൊക്കെ ലഭിച്ചത്. അതിൽ അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചതിൽ നിന്ന് ഒന്ന് ഈ ബിന്ദു പത്മനാഭനെ 2006-ലാണ് കാണാതാകുന്നത്. ബിന്ദു പത്മനാഭൻ്റെ അച്ഛൻ സർക്കാർ ജോലിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൻഷൻ ഈ 2006 വരെ ബിന്ദു പത്മനാഭൻ വാങ്ങിയിട്ടുണ്ട്. പിന്നീട് വാങ്ങിയിട്ടില്ല. 2006 മുതൽ ഒരു വിവരവും ഇല്ല. അതുമാത്രമല്ല, ബിന്ദു പത്മനാഭൻ ധാരാളം സമ്പത്തുള്ള കോടിക്കണക്കിന് രൂപയുള്ള ഒരാളായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. ഇവർ ഈ വീട്ടുകാരുമായി വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷമൊന്നും വലിയ അടുപ്പം, അവരുടെ മരണാനന്തര ചടങ്ങുകൾക്കൊന്നും പോകുമോ അല്ലെങ്കിൽ സഹോദരനുമായി വലിയ അടുപ്പം കാണിക്കുമെന്ന് ഒറ്റയ്ക്ക് അതാണ് ഞാൻ പറഞ്ഞത്. സെബാസ്റ്റ്യൻ എപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്ന, ആരും തിരക്കി വരാത്ത സ്ത്രീകളുമായാണ് ഇയാൾ പെട്ടെന്ന് അടുപ്പം സ്ഥാപിച്ചത്. ബിന്ദു പത്മനാഭനുമായി പല സ്ഥലങ്ങളിൽ, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇയാൾ കറങ്ങി നടക്കുകയും ചെയ്തു. അതെല്ലാം പോലീസ് കണ്ടെത്തിയതാണ്. അങ്ങനെ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു. സഹോദരൻ വിദേശത്തായിരുന്നു പ്രവീൺ കുമാർ 2017 സ്ഥലത്തെത്തിയിട്ട് സഹോദരിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ പരാതി കൊടുക്കുമ്പോൾ സെബാസ്റ്റ്യൻ്റെ പേരുൾപ്പെടെ പറഞ്ഞിട്ടാണ് പ്രവീൺ കുമാർ പരാതി കൊടുക്കുന്നത്. അത് സെബാസ്റ്റ്യൻ്റെ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ പരാതി കൊടുത്തു, പോലീസ് അന്വേഷിച്ചു. ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെബാസ്റ്റ്യനെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അയാൾ അറസ്റ്റ് ചെയ്യാതെ, തെളിവില്ലാത്തത് കൊണ്ട് എന്ന് പോലീസ് പറയുന്നു. പോലീസ് പറഞ്ഞിട്ട് വിടുകയാണ്. പിന്നീട് അന്വേഷണം, ഈ ജയനമ്മയുടെ കേസിലെ അന്വേഷണം മുറുകുമ്പോഴാണ് ഈ കേസും അവർ പൊടി തട്ടിയെടുക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെ ഇയാൾ അവസാനം കുറ്റസമ്മതം നടത്തുകയാണ്. ബിന്ദു പത്മനാഭനെ കൊന്നത് ഞാനാണ്. ഈ ബിന്ദു പത്മനാഭൻ്റെ പേരിലുള്ള വസ്തു ഇയാൾ വ്യാജ ആധാരം ചമച്ചിട്ട്, അതായത് ബിന്ദു പത്മനാഭനെ അയാൾ കൊന്നു, 2006 കൊന്നു. അത് കഴിഞ്ഞിട്ട് ഈ ബിന്ദു പത്മനാഭനാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. ആ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ വസ്തു വാങ്ങിക്കുകയാണ്. വ്യാജ മുക്താർ ചമച്ചിട്ട് ആ വസ്തു വിൽക്കുകയാണ്. ഇവരുടെ കോടിക്കണക്കിന് രൂപ ഇയാൾ കൈക്കലാക്കി. അതും ഈ അന്ന് 1.5 ലക്ഷം രൂപയുടെ ആ വസ്തു കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇടപാടുകാരൻ വരുന്നു, കരാറുകാരൻ വരുന്നു, അയാൾ വസ്തു വാങ്ങിക്കാൻ ഇടപാട് ചെയ്യുന്നു. അപ്പോൾ ഇയാളുടെ വീട്ടിൽ, ഈ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ തുക കൈമാറുന്നത്, 1.5 ലക്ഷം രൂപ കൈമാറുന്നത്. ആ തുകയെ ചൊല്ലിയുള്ള തർക്കമാണ് ബിന്ദു പത്മനാഭൻ്റെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ കൊന്നുവെന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഈ 1.5 ലക്ഷത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആ കൊലപാതകം, ബിന്ദു പത്മനാഭനെ കൊല്ലുന്നത്. പിന്നീടാണ് ബിന്ദു പത്മനാഭൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും പരാതി വരുന്നു. ഇയാൾ പറയുന്നത് ബിന്ദു പത്മനാഭനെ 2006 തന്നെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ മൃതദേഹം അഴുകുന്നത് വരെ കാത്തിരുന്നു. അത് കുഴിച്ചിട്ടിട്ട് ഇത് അഴുകുന്നത് വരെ അസ്ഥി മാത്രമായപ്പോൾ പുറത്തെടുത്തു. അഴുകി അസ്ഥി മാത്രമായപ്പോൾ പുറത്തെടുത്തിട്ട് വെട്ടി നുറുക്കി പലയിടങ്ങളിലായി ഉപേക്ഷിച്ചു. ഇത് കത്തിച്ചു. ഈ അസ്ഥി പുറത്തെടുത്തിട്ട് കത്തിച്ച് ചാരമാക്കി പലയിടങ്ങളിലായി ഇയാൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ തണ്ണീർമുക്കം വണ്ടിൽ ഉൾപ്പെടെ ഉള്ള പല സ്ഥലങ്ങളിലായിട്ട് ഇയാൾ ഉപേക്ഷിച്ചു. അപ്പോൾ അതായത് ഒരു കൃത്യമായി പ്ലാനിങ് ഉള്ള, പെട്ടെന്നുള്ള, ഇപ്പോൾ പല കൊലപാതകങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്നുള്ള ക്ഷോഭത്തിലൊക്കെ സംഭവിക്കാതെ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ അല്ലെങ്കിൽ ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തു പോകും. പിടിക്കപ്പെടാണ്ടിരിക്കാൻ അയാൾ പല വഴികളും നോക്കി. അപ്പോൾ ഇത് അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ ഇയാൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ മൃതദേഹം ഒരു തെളിവ് നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോവില്ല. അങ്ങനെ ആണ് പോലീസ് അവിടെ കുഴിച്ചെടുത്ത ഈ അസ്ഥി കഷ്ണങ്ങളൊക്കെ DNA ടെസ്റ്റിനുമൊക്കെ അയച്ചു.
ബിന്ദു പത്മനാഭനെ ഇങ്ങനെ പല കഷണങ്ങളാക്കി നുറുക്കി പലയിടങ്ങളിൽ കത്തിച്ച് ഉപേക്ഷിച്ചു ബിന്ദു പത്മനാഭൻ്റെ മൃതദേഹം. ജൈനമ്മയെ കൊന്നത് സെബാസ്റ്റ്യനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതെല്ലാം ഇപ്പോൾ ബിന്ദു പത്മനാഭൻ്റെ കാര്യത്തിൽ 19 വർഷമായി. 19 വർഷമാകുമ്പോൾ ശാസ്ത്രീയമായ പരിശോധനയും ഒക്കെ വേണ്ടി വരും. അത്രയും വർഷം കഴിയുന്നതനുസരിച്ച് ഇതിന് തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇയാളുടെ മൊഴി കോടതിയിൽ ചെല്ലുമ്പോൾ ഈ മൊഴി അയാൾ മാറ്റുമല്ലോ, ഉറപ്പാണ്. അപ്പം അതിന് തെളിയിക്കാൻ പറ്റുന്ന ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആയിഷയുടെ കാര്യം വരുന്നത്. ആയിഷയുടെ കാര്യം വരുമ്പോൾ ഇയാളാണ് കൊന്നത് എന്ന് വെളിപ്പെടുത്തൽ വരികയാണ്. അപ്പോൾ ആയിഷയുടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീയുടെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം അന്വേഷണം ഊർജിതമാക്കുകയാണ്. ഇയാൾ ആയിഷയെ കൊന്നു. വേറൊരു സ്ത്രീയെക്കുറിച്ചും, അത് സിന്ധു എന്നാണെന്ന് തോന്നുന്നു ആ സ്ത്രീയുടെ പേര്, അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും അവരെ കാണുന്നില്ല. അതും ഇയാളുടെ പേരാണ് ബന്ധുക്കൾ പറയുന്നത്. അവർ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാതെ ഇറങ്ങുമായിരുന്നു. ക്ഷേത്രത്തിൽ ചെന്നിട്ടുണ്ട്, അതിൻ്റെ CCTV ദൃശ്യമുണ്ട്. പക്ഷേ പിന്നീട് ഇവരെ ആരും കണ്ടിട്ടില്ല. അതും ബന്ധുക്കൾ ആരോപിക്കുന്നത് ഈ സെബാസ്റ്റ്യൻ്റെ പേരാണ്. സെബാസ്റ്റ്യൻ വളരെ സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. വസ്തുക്കച്ചവടമൊക്കെ നടത്തി, ആരോടും അധികം ദേഷ്യപ്പെടാത്ത, വളരെ മാന്യനായ, നാട്ടിൽ അമ്മാവൻ എന്ന വിളിപ്പേരുള്ള, പക്ഷേ അയാളുടെ ഉള്ളിൽ വലിയൊരു ക്രൂരനായ ഒരു സൈക്കോ കില്ലർ ഉണ്ടായിരുന്നു. എത്ര കാലം അങ്ങനെ മൂടി വയ്ക്കാൻ പറ്റും? സത്യം എന്നാണെങ്കിലും വെളിയിൽ വരും. ഇപ്പോൾ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനത്തിൽ അയാൾ രക്ഷപ്പെട്ടു പോരുന്നു. പക്ഷേ പിന്നീട് ഓരോ കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ, ഇയാൾ വിവാഹിതനാണ്, പിന്നീട് വളരെ വൈകിയാണ് ഇയാൾ വിവാഹം കഴിക്കുന്നത്. ഒരു മകളുമുണ്ട്. അപ്പോൾ ഇയാൾ ഓരോ ഘട്ടത്തിലും കൊലപാതകം ചെയ്ത് അത് ഒളിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ പിന്നീട് ഇപ്പോൾ പോലീസ് കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ജയിലിൽ തന്നെ കിടക്കാം. അതാണ് നമുക്ക് പറയാനുള്ളത്. ശരി.